പേരെന്ത്? സെബില. സെബില വന്ന് ഫോളോ ആക്കിയിരുന്നു. അപ്പൊ ഈ 100 rupees ഒക്കെ പിടിച്ചോ. ക്വസ്റ്റ്യൻ കേക്ക്. താൻ ഈ കടയിൽ കയറി 100 രൂപ കട്ട്. 100 രൂപ കട്ട്. കട്ടര് ഇതേ ഷോപ്പിൽ കയറ്റിട്ട് 100 രൂപ സാധനം വാങ്ങി ബാക്കി 30 രൂപ തന്നു. അപ്പൊ എനിക്ക് ലാഭം എത്ര? കടക്കാരൻ നഷ്ടം എത്ര? നീ ഈ ഷോപ്പിൽ കയറ്റി 100 രൂപ കട്ട് കള്ളത്തി. എന്നിട്ട് ഇതേ കള്ളത്തി അവിടെ പോയിട്ട് 100 രൂപ സാധനം വാങ്ങി. അപ്പൊ ആ മറ്റേ ഈ ഷോപ്പിന്റെ ഓണർക്ക് ബാക്കി 30 രൂപ തിരിച്ചു തന്നു. 100 രൂപ ബാക്കി 30 രൂപ തിരിച്ചു തന്നു. അപ്പൊ ഷോപ്പാർക്ക് നഷ്ടം എത്ര? അല്ല, ഇത് നീ ചിന്തിച്ചാ മതി. നീ അല്ല ഓക്കെ പൊട്ടത്തി അല്ലേ? പൊട്ട വിഷമായ നോമുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇത്. ഒരു പണിയില്ലാത്ത ആളുകൾ ക്യാമറയും നോക്കി സ്ത്രീകളുടെ പിന്നാലെയാണ്. ഇതുപോലത്തെ വഷളൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സ്ത്രീകളോട് ഒട്ടി നിന്നുകൊണ്ട് ഫോളോവേഴ്സിനും റീച്ചിനും വേണ്ടി നടക്കുകയാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന പേരിൽ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആളുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പർദ്ദയും ഹിജാബും അണിഞ്ഞ മുസ്ലിം സ്ത്രീകളാണ് ഇതിനു മുന്നിലെന്ന് പറയാതെ വയ്യ. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആളെയല്ലേ ഒരു സ്കൂൾ ടീച്ചർ ഓടിച്ചു വിട്ടത്? അതും മുസ്ലിം പെൺകുട്ടികൾ തന്നെയായിരുന്നു. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനാവശ്യമായ ഇടപഴകലുകളും പരസ്പരമുള്ള കൂടിച്ചേരലുകളും ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യമാണ്. നിഖാബുമിട്ട് ഇതുപോലെയുള്ളവരുടെ മുന്നിൽ പോയി ഞെളിഞ്ഞു നിൽക്കുന്നവരുടെ കാര്യം ആലോചിച്ചിട്ട് ലജ്ജ തോന്നി പോവുകയാണ്. ആ വേഷത്തിന് ഒരു മഹത്വമുണ്ട്. ഒരുപാട് സ്ത്രീകൾ വളരെയേറെ ആദരവോടെ ബഹുമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒന്നാണത്. ദയവ് ചെയ്ത് അതിന്റെ പവിത്രത കളഞ്ഞു കുളിക്കരുത്. ഇനി ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരോട് നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. പ്രായത്തിന് ഇളയവര് മൂത്തവരാകട്ടെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കള്ളി, എടി, പോടി, പൊട്ടത്തി എന്നൊന്നും പറയാതെ അവരെ റെസ്പെക്ട് ചെയ്യുക. അവരോട് അകലം പാലിച്ചുകൊണ്ട് നിൽക്കുക. അല്ലാതെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല.